രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ സേവന രംഗത്ത്, സംഘടനാ രംഗത്ത് വളരെ തിരക്കാണ്. ഈ തിരക്കിനെയും ബിസിനസ് രംഗവും എങ്ങനെയാണ് ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്? അതിൽ എന്ന് പറയാൻ ഇപ്പോൾ ഒരു 20 വർഷമായിട്ട് 25 വർഷമായിട്ട് അനിയന്മാരെല്ലാം തയ്യാറായി. ഓരോ ബിസിനസ്സിലും ഞാൻ ഇപ്പോൾ വെളിയിൽ പോവുകയാണെങ്കിൽ അനിയന്മാരത് മാനേജ് ചെയ്യും. അവരെ എല്ലാം ഏൽപ്പിക്കുകയാണ്. അവർ മാനേജ് ചെയ്തോളും. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫോണിലൂടെയും ബാക്കിയുള്ള ഇതിൽ കൺട്രോൾ മൊത്തം നമ്മൾ ചെയ്യും. ബാക്കി നോക്കാനും നടത്തിക്കൊണ്ടു പോകാനും സഹോദരങ്ങളുണ്ട്. സാറിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന്, മക്കൾ എത്രയാണ്? എനിക്ക് 3 പെൺകുട്ടികൾ. മൂത്ത മകള് ഷാനി. അത് ആളുടെ പേരിൽ ഒരു കടയുണ്ട്. ഷാനിയുടെ പേരിൽ തന്നെയുണ്ട് കടയുണ്ട്. ഷാനിയുടെ മിസ്റ്റർ നൗഷാദ് എന്ന് പറഞ്ഞാൽ നൗഷാദിൻ്റെ ഫാദർ പറൂക്കവലയിൽ ആലുവ പറൂക്കവലയിൽ ഭയങ്കര ബിസിനസ്സുകാരനും മറ്റുമാണ്. പറൂക്കവലയിലുള്ള ആ കോംപ്ലക്സ് ഒക്കെ പുള്ളിയുടെയാണ്. ജംഗ്ഷനിലിരിക്കുന്ന കംപ്ലീറ്റ് പുള്ളിയുടെയാണ്. നമ്പൂരിയാടം. രണ്ടാമത്തെ മകള് ആലപ്പുഴ പ്രസിദ്ധമായ അറിയൊക്കെ ആയിരിക്കും. റൈബൻ ഹോട്ടൽ ഉണ്ട്. പുള്ളിയുടെ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർ പൂർവികമായിട്ട് മസ്കറ്റിൽ ബിസിനസ്സാണ്. മസ്കറ്റിലാണ്. മൂന്നാമത്തെ മകള് ഇവിടെ IT എഞ്ചിനീയറിംഗ് കോളേജിൽ IT വഴി വിശ്വകർമ്മ എഞ്ചിനീയറിംഗ് കോളേജ്, പൂനെയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ IT എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. 3 വർഷമായി. ഹൗസ് വൈഫാണ്. ഞാൻ കല്യാണം കഴിച്ച പുരാണ തറവാടായ കൊടുങ്ങല്ലൂർ തന്നെ, അതേ പഞ്ചായത്തിന് തൊട്ട് പഞ്ചായത്തിൽ തന്നെ പുരാണ തറവാടായ കാട്ടാത്ത് എന്ന് പറയും. ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അധ്യയനം തന്നെ. 12 വയസ്സ് മുതൽ അധ്യയനം, കട, ബിസിനസ്, ഇത് മാത്രം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൂ. ഞാൻ 12ാമത്തെ വയസ്സിൽ വന്നിട്ട് 3 കൊല്ലം 10 മാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ടൈമിൽ കേരളത്തിലേക്ക് തിരിച്ചു പോയത്. മദറിനെയോ ബ്രദേഴ്സിനെയോ ഇന്നത്തെ മാതിരി മദറിനെയോ ബ്രദേഴ്സിനെയോ ആരെയും ആ സന്ദർഭത്തിൽ കാണാൻ പറ്റില്ല. അത്രയും ക്ലേശിച്ച് വളരെ ഇതായിട്ട് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇപ്പോഴും വളരെ ഇതായിട്ട് പറഞ്ഞു, വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ആയിരുന്ന കാലഘട്ടത്തിലാണ് പൂനെ വരെ. ഇന്നും പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ ഓർക്കാറുണ്ടോ? എപ്പോഴും ഇന്ന് എന്ത് ചെയ്യുമ്പോഴും അന്നത്തെ ആ കാര്യം ആലോചിച്ചിട്ട് ചെയ്യും. നമ്മൾ ഈ നിലയിൽ നിന്ന് ഈ നിലയിൽ വന്നു. അപ്പം അന്നത്തെ നിലക്കാർ ഇന്ന് ഒരുപാട് പേരുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ അവരെയൊക്കെ സഹായിക്കണം എന്നുള്ള മനസ്ഥിതിയുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ ടെസ്റ്റ് മുഖാന്തരയും സ്വന്തമായിട്ടും റംസാൻ റിലീഫായിട്ടും അങ്ങനെ പല ഇതുകളിലും നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു ജീവിതവും ഈ ബിസിനസ് ജീവിതവും രാഷ്ട്രീയവും ഒക്കെ ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകുന്നു. ഇനിയൊരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇവിടെയൊക്കെ വിട്ട് നാട്ടിൽ പോകണം, നമ്മുടെ കേരളത്തിൽ പോകണം, കേരളത്തിൽ പോയി റിട്ടയർമെൻറ്റ് കഴിയണം, മൊത്തം ഇനിയുള്ള കാലം കേരളത്തിൽ ചിലവാക്കണം. അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേര്, പ്രശസ്തി, ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ കളഞ്ഞിട്ട് പോകേണ്ടി വരും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടോ? അത് ചിന്തിച്ചിട്ടില്ല. പക്ഷേ അവിടെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പോയേ പറ്റൂ എന്ന് ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ നല്ലൊരു വീട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൃഷിയും ഇതെല്ലാം ഉണ്ട്. ഈ ഒരു ഇത്രയും നാളത്തെ ഈ ജീവിതത്തിനിടയിൽ ആരോടെങ്കിലും കടപ്പാടോ? ആരോടാണ് ഈ ഒരു കടപ്പാടെന്നുള്ളതെന്ന് പറയുന്നത് എൻ്റെ ഇളയച്ചനോട് മാത്രം. എന്ന് പറഞ്ഞാൽ ഇളയച്ചൻ അന്ന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ എവിടെ എത്തുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവാൻ, ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ, ഒരു സാമൂഹിക സേവന രംഗത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറാൻ എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടതായിട്ടുള്ളത്? അത് ഞാനിപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ എല്ലാ മതസ്ഥരോടും സൗഹാർദ്ദം ആവശ്യമാണ്. പിന്നെ
ഞാൻ ആദ്യമേ പറയണ്ടായി, പല ഫ്രണ്ട്സിൻ്റെ നല്ലൊരു കൂട്ടുകെട്ട് ചെറുപ്പം മുതൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും പല പാഠങ്ങളും നമ്മൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റും. ബിസിനസ് പരമായിട്ടും എൻ്റെ അനുഭവത്തിൽ അതുണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം സർ. കാരണം എന്ന് വെച്ചാൽ വളരെ ലളിതമായ വിനയത്തോടു കൂടിയുള്ള ഒരു സംഭാഷണം. ഇതൊരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല, കാരണം ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ തിരക്കേറിയ ഈ സമയത്തും ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നതിൽ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം നമുക്കൊരു ബഹുമുഖ പ്രതിഭ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. കാരണം രാഷ്ട്രീയ രംഗത്ത്, വ്യവസായ രംഗത്ത്, പിന്നെ സാമൂഹ്യ സേവന രംഗത്ത് ഇതുപോലൊരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് രാഷ്ട്രീയം, ഇന്നത്തെ രാഷ്ട്രീയം ഒരു കച്ചവടം എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്ന് എൻ്റെ മനസ്സിൽ. കാരണം സ്വാർത്ഥതയുടെ പിന്നിലോ അധികാരത്തിൻ്റെ പിന്നിലോ ഇന്നുവരെ അദ്ദേഹം പോയിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പേരിൽ സമൂഹത്തിന് നന്മ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം, അതായിരുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയത്തെ ആകർഷിച്ചത്. പിന്നെ സാമൂഹിക സേവന രംഗത്ത്, മതസൗഹാർദ്ദമായ രംഗത്ത്, സ്വന്തം മതം എനിക്ക് വലുതാണ്, പക്ഷേ മറ്റു മതത്തെ നിന്ദിക്കുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്യരുത്, അവരെ ബഹുമാനിച്ചു കൊണ്ടുള്ള ഒരു മതപരമായ ചടങ്ങുകളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു വലിയ മനുഷ്യനെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞു. എല്ലാ ഭാവുകങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ അദ്ദേഹത്തിന് നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത കേരള വിഷനോടും എൻ്റെയും എൻ്റെ കുടുംബങ്ങളുടെയും ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി. കൂടാതെ കേരള വിഷൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം. മുൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ചോദ്യം ഒരിക്കൽ കൂടി, മുൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.